ഹലോ ലൗഡ് വൺസ്. ഇനി നമ്മൾ ഒരു 1 ഡേ ട്രിപ്പ് പോവാണ്. പിള്ളേരുടെ ഹോളിഡേയ്സ് ആയിട്ട് നമ്മളിവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പായിട്ട് ചേച്ചിയുടെ 2 പിള്ളേരും എൻ്റെ കുട്ടിയും പിന്നെ ഞങ്ങളുടെ പാരൻസായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. ഒരു 1 ഡേ ട്രിപ്പ് ഏഴാറ്റുമുഖത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കാറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ചെല്ലിയിട്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കയറി. അപ്പോൾ അവിടെ ഒരു ചേട്ടനൊക്കെ ഉള്ളൂ. അപ്പോൾ അവൾ പെട്ടെന്ന് കമ്പനി ആയിരുന്നു. ഞങ്ങൾ എയറൊക്കെ ഫില്ല് ചെയ്തു, എയറൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ഫസ്റ്റായിട്ട് പോകുന്നതാണ് ഈ ഒരു വെക്കേഷൻ ടൈമിൽ. ഈ വെക്കേഷൻ ടൈമിൽ ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുവഴി ഞങ്ങൾ ഏഴാറ്റുമുഖത്ത് ഒന്നിച്ച് ഫാമിലിയായിട്ട് പോകുന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാനും അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എമ്മുനാണെങ്കിൽ വെള്ളത്തിൽ പോകണ്ടെന്ന് പറയുമായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങേണ്ട പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് വന്നത്. എമ്മുവിന് വെള്ളത്തിൽ ഇറങ്ങാൻ ചെറിയ പേടിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റേതൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് മാറാനൊക്കെ ആയിട്ട് റെഡിയായിട്ടൊക്കെ. ഞാനും എമ്മുവിന് എടുത്തിട്ടുണ്ട്. അവളെ ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ചാലക്കുടി ഏരിയയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ടൗണിൻ്റെ ആ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി നല്ല കാമായിരുന്നു. റോഡൊക്കെ നല്ല പീസ്ഫുള്ളായിരുന്നു. പിന്നെ ചൂട് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു നമുക്ക് പോകുന്ന വഴിക്കൊക്കെ. എമ്മും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ലൊരു പോകാനായിട്ട് രമണീയമായ സ്ഥലത്തേക്ക് കൂടി നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ എത്താറായിരുന്നു. ഒരു 5 to 7 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളപ്പോൾ ഈ ഗ്രീനറിയൊക്കെ ആസ്വദിച്ച് അകത്തേക്ക് പോകുന്ന നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ ആലുവ ടൗൺ ഏരിയയിലൊക്കെ നല്ല ചൂടും ആയിരുന്നു. പിന്നെ നമ്മൾ വഴിക്ക് വെച്ചിട്ട് ഒരു സംഭാരമൊക്കെ കുടിച്ചു. അപ്പോൾ പക്ഷെ അകത്തേക്ക് താഴേക്ക് പോകുന്തോറും നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖത്ത് എത്തി. അവിടെ കുറേ പാം ട്രീസ് ആയിരുന്നു കൂടുതലുണ്ടായത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിക്ക് നട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നല്ലൊരു വ്യൂ ആയിരുന്നു അത് നമുക്ക് കിട്ടിയിരുന്നത്. ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് പാംസ്. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖം ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മളിങ്ങനെ വെൽക്കം ബോർഡൊക്കെ കണ്ടു, സ്വാഗതം. പിന്നെ ഇവിടെ പേയ്മെൻ്റ് ഉണ്ടായിരുന്നു. നമുക്കൊരു ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. അത് ഞാൻ നിങ്ങൾക്കൊരു അറിയാൻ വേണ്ടി അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. കാർ പാർക്കിങ്ങിനും ഫീസ് ഉണ്ട്, 30 rupees. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പായി. അവിടെ ഒരു പേ ആൻഡ് യൂസ് ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാനൊക്കെ പോയി. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് എടുക്കാൻ സ്ഥലം. അതിനുശേഷം ഇവിടെ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ എല്ലാവർക്കും ഊഞ്ഞാലാടണം. എല്ലാവരും ഊഞ്ഞാലാടുന്നത് ഫോട്ടോസും വീഡിയോസും എടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ, അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് പിള്ളേർ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. അവരവരുടെ ലോകത്ത് നിന്ന് ഒരു പ്ലേ ഏരിയ പോലെ ഉണ്ടായിരുന്നു, ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിള്ളേർ. പിന്നെ അടുത്ത അവിടെ നമുക്ക് കുറേ മങ്കീസിനൊക്കെ കാണാൻ പറ്റിയായിരുന്നു. ഒത്തിരി മങ്കീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ കളിക്കുന്നതൊക്കെ നോക്കി എല്ലാവരും കാണിച്ചു തരുമായിരുന്നു. പിള്ളേരൊക്കെ എന്നെ കാണിച്ചു തരുന്നു ഇവിടെ മങ്കീസൊക്കെ കളിക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു. അവരിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട്. ഇവിടെ ചെറിയൊരു മിനി പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തൂക്കുപാലത്തിന് ഇപ്പുറത്തേക്ക് കുറേ അധികം പ്ലേ ഏരിയ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു മിനി പ്ലേ ഏരിയ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉള്ള സമയത്ത് അവരെല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്തു. അപ്പനും അമ്മയും മാറി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ ഊഞ്ഞാലാടിയതെന്നൊക്കെ പറഞ്ഞത് രസമായിരുന്നു. അവരെ എൻജോയ് ചെയ്യുന്നത് കാണാനും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കാണുമ്പോൾ നമുക്കും നല്ലൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അമ്മ ആട്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ചെന്നു. പിന്നെ ചെറിയ ഫണ്ണി ആയിട്ടൊക്കെ ഇങ്ങനെ അവർ ആടിക്കൊണ്ടിരുന്നു കുറച്ച് നേരം.
പിന്നെ പിള്ളേർക്ക് സ്ലൈഡിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്ലൈഡിലൊക്കെ കയറ്റി അവരും അവരുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റ്സിലൊക്കെ അവരും ഇരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ഈ മങ്കീസ് കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഒത്തിരി മങ്കീസ് ഉണ്ടായിരുന്നേ, ട്രീസിൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ചീലുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുന്നതും പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുന്നതും പിന്നെ എന്താ ഇതുപോലെ വെള്ളത്തിൽ കളിക്കുന്നത്, ഓടെയുള്ള വെള്ളമൊക്കെ കുടിക്കണതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു നമ്മൾ. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഈ ഒരു മങ്കീനെ നമ്മൾ കുറേ നേരം വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അത് അവിടെ നിന്ന് ഉറങ്ങാൻ കിടക്കുന്നതും അവിടെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു, അതിൽ നിന്ന് വെള്ളം കുടിക്കണമെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട നല്ല രസമായിരുന്നു. പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും കുറേ നേരം അതിനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അവിടെ വേറെ മങ്കീസ് വന്നു, കുഞ്ഞ് മങ്കീസായിരുന്നു കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എമ്മൂനാണെങ്കിലും ഭയങ്കര കൗതുകമായിരുന്നു അത് കാണാനായിട്ടൊക്കെ, അവർ ചെയ്യണതും കാണാനൊക്കെ. ഇനി തൂക്കുപാലത്തിൽ കയറി നമ്മൾ അപ്പുറത്ത് പോയിട്ട് വേണം നമുക്ക് അവിടെ വലിയ പ്ലേ ഏരിയ ഉണ്ടെന്ന് പറയായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ നമ്മളവിടെ പോകാനുള്ള പരിപാടി നോക്കുമായിരുന്നു. അതിനുശേഷം കാരണം അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. എന്നാലും നമുക്കവിടെ ചെറിയ എൻട്രൻസ് ഫീ തന്നെ ഉള്ളൂ കേട്ടോ, ഇവിടെ ഉള്ളതുപോലെ തന്നെ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലണം, അവിടെയാണ് കൂടുതൽ കളിക്കാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. എമ്മു കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമുക്ക് അപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് എമ്മുവിന് കളി കഴിയുന്നുണ്ടായില്ല. എന്തും കൂടെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സ്ഥലത്തും കയറി സ്ലൈഡിലൊക്കെ കയറി കുറച്ച് മിനിമം നമ്പർ ഓഫ് ഐറ്റംസേ ഉള്ളൂ. പക്ഷേ അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തു, അവിടെ ഇരുന്നു സെറ്റിലായി. നമുക്ക് അപ്പുറത്തേക്ക് പോകാമെന്നുള്ളൊരു മൈൻഡിലായി. എന്നിട്ട് ഫൈനലായിട്ട് അവരെല്ലാവരും കൂടി ഒന്നും കൂടി സ്ലൈഡിൽ കയറി എന്നിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി ഞങ്ങൾ. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൽ കയറാൻ ചെന്നു. അപ്പോൾ ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ പറഞ്ഞു നമുക്ക് അങ്ങേ അറ്റം വരെ പോകാനുള്ളൊരു എടുത്തിട്ടുണ്ട്, അവിടെ ചെല്ലുമ്പോൾ വേറെ എടുത്താൽ മതി. അപ്പോൾ നല്ല വെയിലായിരുന്നേ. അപ്പോൾ ഈ തൂക്കുപാലത്തിന് വേണം നല്ല ചൂടായിരുന്നോടെ നമുക്ക് പിള്ളേർക്ക് ചെറിയ കഫും കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടർക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തലയ്ക്ക് ഇടാൻ കൊടുത്തു, പെട്ടെന്ന് ചൂടാവാതിരിക്കാൻ തല. കുട ഒരെണ്ണം എടുത്തിട്ടുണ്ടായുള്ളൂ. ഈ ടർക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങൾ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഈ വഴി കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു. അപ്പുറത്തെ ഡാമും ഒരു സൈഡിൽ ചെറിയൊരു മൗണ്ടൻ പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. എമ്മൂന് അതിൽ കൂടെ പോകാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. നല്ല ഞങ്ങൾ കാഴ്ചയൊക്കെ എൻജോയ് ചെയ്തിരുന്നു. എമ്മൂന് ചെറിയൊരു കയ്യെ പിടിക്കണം എന്നൊരു തോന്നൽ വന്നു. എന്നാലും ഞാൻ കയ്യൊക്കെ വിട്ട് അവളെ കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ നടപ്പിച്ചു. കാരണം തൂക്കുപാലമായപ്പോൾ ചെറുതായിട്ടൊരു ഷേക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ നമ്മൾ തൂക്കുപാലം കയറി ഇപ്പുറത്ത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളകത്തേക്ക് കയറി. ഇവിടെ ഒത്തിരി നല്ല ഏരിയ ആയിരുന്നു, നല്ലൊരു ഗ്രീനറിയും അവിടെ നമുക്ക് കളിക്കാൻ ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്തൊക്കെ കളിക്കാനുള്ളത് നോക്കുമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചേച്ചിയും കൂടെ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിള്ളേരെ കാണിച്ചില്ല, കാരണം അവർ കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണമെന്ന് പറഞ്ഞ കാര്യം, കാരണം അത് തൊണ്ടവേദന ഉള്ളതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. നല്ലൊരു ഏരിയ ആയിരുന്നു, ഒത്തിരി കാണാനൊക്കെ ഉണ്ട്. ഇതാണ് പ്ലേ ഏരിയ. ഇങ്ങനെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. നന്നായിട്ട് ഗ്രീനറി ചെയ്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പോണ്ട് പോലെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ഡേവിഡ് ഇത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചു, പക്ഷേ 2 എറ്റേണിറ്റി ലേറ്റർ അവൻ ഇറങ്ങിപ്പോയി. അത് ക്രോസ് ചെയ്തില്ല. എമ്മു ആദ്യമേ ഉപേക്ഷിച്ചപ്പോൾ താഴെ ഇറങ്ങി, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. ഡേവിഡ് ഒന്ന് ശ്രമിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അപ്പാപ്പ ഒന്ന് ഡിസ്കറേജ് ചെയ്തപ്പോഴത്തേക്കും അവൻ താഴെ ഇറങ്ങിപ്പോയി. ഞാനൊന്ന് പ്രൊമോട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അവന് ഒരു ഡീമോട്ടിവേറ്റഡ് ആയിപ്പോയി. അവൻ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി, അതുവഴി തന്നെ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വന്നില്ല. പിന്നെ ഫുള്ള് കുട്ടികൾ കളിയായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു, നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു 3 പേരും. പിന്നെ എനിക്കും ചെറുതായിട്ടൊന്ന് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പിള്ളേരുടെ കൂടെ. ഞാനും ചുമ്മാ അവരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി സ്ലൈഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തത്
എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇത് കോൺക്രീറ്റിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതോടെ എല്ലാവർക്കും കയറായിരുന്നു. അപ്പോൾ അഡൾട്ട്സിനൊക്കെ അലൗഡ് ആയിരുന്നു. നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യണം.